നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശുക്രൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് 30 മുതൽ 45 ചിലപ്പോൾ 60 ദിവസം വരെ സഞ്ചരിക്കാൻ സമയമെടുക്കും. ഏതാനും ദിവസങ്ങൾ മാത്രമേ ശുക്രൻ കർക്കിടകത്തിൽ നിന്നിട്ടുള്ളൂ. ഇപ്പോഴിതാ ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കേവലം 24 ദിവസം മാത്രമാണ് അദ്ദേഹം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ 2025 അടുത്ത മാസം ഒക്ടോബർ 8-ാം തീയതി, അതായത് 1201 കന്നിമാസം 22-ാം തീയതി ശുക്രൻ കന്നിയിലേക്ക് പ്രവേശിക്കും. അത് ഗുണമാണോ? കന്നി ശുക്രൻ്റെ നീചരാശിയാണ്. ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം. അതിൻ്റെ 7-ാം ഭാവം, ഓപ്പോസിറ്റ് ഭാവമാകുന്നു കന്നിരാശി. കന്നിരാശിയിൽ ശുക്രൻ നീചസ്ഥനാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട്. ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ ഉച്ചസ്ഥിതി മേടത്തിലാണ്. മേടം 10 അത്യുച്ചം. പക്ഷേ അതിൻ്റെ അങ്ങേറ്റം നീചസ്ഥിതി, അതിൻ്റെ ഓപ്പോസിറ്റായ എതിർഭാഗത്തുള്ള തുലാം രാശി തുലാം 10 അതിനീചമാണ്. വ്യാഴത്തിന് നീചസ്ഥിതിയുണ്ട്. നമ്മൾ പലപ്പോഴും പറയും ശുക്രനെ കൊണ്ട് അവനെന്താ ശുക്രദശയല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇതേ ശുക്രൻ തന്നെ അങ്ങേയറ്റം ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കും ആ ഗ്രഹം ദുർബലമാകുമ്പോൾ എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ഇവിടെ ശുക്രൻ 2025 സെപ്റ്റംബർ 15-ാം തീയതി, അതായത് 1201 ചിങ്ങമാസം 29-ാം തീയതി പുലർച്ചയോടുകൂടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കണം, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടൻ രാശി മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. നവഗ്രഹത്തിൽ ശുക്രൻ അസുരാചാര്യനാണ്, വ്യാഴൻ ദേവാചാര്യൻ. നവഗ്രഹത്തിൽ ശുക്രൻ്റെ ധ്യാന ശ്ലോകം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനാണ് ശുക്രൻ. പാട്ടും സംഗീതവും മദ്യവും സുഹൃത്തുക്കളും സ്ത്രീകളും പ്രണയങ്ങളും പ്രണയഭംഗങ്ങളും ഒക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ ഗ്രഹമാണ്. ശുക്രൻ മെറ്റീരിയലിസ്റ്റാണ്, ഭൗതിക സുഖത്തിൻ്റെ ഗ്രഹമാണ്, അസുരാചാര്യനാണ്. അസാധ്യമായ പാണ്ഡിത്യവും വിവരവുമുണ്ട് അസുരാചാര്യന്. സംഗീതം, പാട്ട്, കൂത്ത്, കലകൾ, സംഗീത ഉപകരണങ്ങൾ തൗര്യത്രികമെന്നാണ് പറയുക. അതിൻ്റെ ആചാര്യനാണ് ശുക്രൻ. അതിനാൽ ഈ ശുക്രൻ ശത്രുക്ഷേത്രമായ കർക്കിടകത്തിലായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പോകുന്നത് ശത്രുക്ഷേത്രമായ ചിങ്ങത്തിലാണ്. എങ്കിലും കർക്കിടകത്തിലെ ശുക്രൻ പലപ്പോഴും മോഹങ്ങളും മോഹഭംഗങ്ങളും വൈവാഹിക വിഷയത്തിലെ തടസ്സങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ്വിഭാര്യോർത്തി ഭീരു പ്രബലമത ശോകശ്ച ശശിബേ. 2 ഭാര്യമാരെ ലഭിക്കുക, പലപ്പോഴും ഡൈവേഴ്സ് ആവുക, സെക്കൻഡ് മാരേജ്, അല്ലെങ്കിൽ തന്നെ മനോഹരിയായ സുശീലയായ ഭാര്യ ഉണ്ടെങ്കിലും മറ്റു ചില പ്രണയങ്ങളൊക്കെ വരിക, ഭാര്യയെപ്പോലൊരു സ്ത്രീയെ കണക്കാക്കുക. ദ്വിഭാര്യ അർത്ഥി അർത്ഥയതേ ഇത് അർത്ഥി, ആഗ്രഹിക്കുക. പ്രബലമായ മതവും ശോകവും കാമവും ഉണ്ടാവുക, ദുഃഖവും ഉണ്ടാവുക. ഇതാണ് കർക്കിടകത്തിലെ ശുക്രന് ഫലം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചിങ്ങത്തിൽ വരുമ്പോൾ ശുക്രൻ വളരെയധികം എന്താകുന്നു? അങ്ങേയറ്റം മെറ്റീരിയലിസ്റ്റാണ്. ഹരോ യോഷാർത്ഥാപ്തിഹി. ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ യോഷാർത്ഥ ആർത്ഥിഹി, സ്ത്രീധനം കിട്ടും, സ്ത്രീയിലൂടെ ധനം കിട്ടും. അത് സ്ത്രീക്കാണെങ്കിൽ പുരുഷധനം, പുരുഷനാണെങ്കിൽ സ്ത്രീധനം. ഇവിടെ പ്രത്യേകിച്ച് പുരുഷനാണ് പ്രാധാന്യം. സ്ത്രീയെ സംബന്ധിച്ചോളം ശുക്രൻ അത്രയധികം പ്രാധാന്യമില്ല. പക്ഷേ പുരുഷനെ സംബന്ധിച്ചോളം കളത്രമാണ്. 7-ാം ഭാവമാകുന്നു ശുക്രൻ. പ്രവര യുവതിക്ക്, തനിക്ക് ധാരാളം യുവതികൾ വരും. താനുമായി ബന്ധപ്പെട്ട ധാരാളം സ്ത്രീകളുടെ സാമീപ്യം, സംസർഗം തനിക്ക് ലഭിക്കും. പലപ്പോഴും മന്ദതയുള്ള സന്താനങ്ങളെ ലഭിക്കും. ആ യോഗം ശരിക്ക് വരണമെങ്കിൽ ജാതകത്തിൽ ശുക്രൻ അങ്ങേറ്റം ദുർബലനായി 6, 8, 12 ഭാവങ്ങളിൽ വരണം. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇപ്പോൾ പ്രസവിക്കുന്ന സ്ത്രീക്ക്, ആ സന്താനത്തിന് എന്തുണ്ടാകില്ല? മന്ദത ഉണ്ടാകാം. അത് ശാരീരികമായ വിഷയത്തിലാകാം, മാനസികമായ വിഷയത്തിലാകാം, ഓട്ടിസം തുടങ്ങിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വിഷയത്തിലൊക്കെയാകാം. ജ്യോതിഷം അതിസൂക്ഷ്മമായ സാഗരമാണ്. നാം അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഉദാഹരണമായി കുംഭൻ ലഗ്നമായി അഷ്ടമത്തിൽ
വളരെ ദുർബലമായി നീചത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ, അപ്രകാരം മേടം ലഗ്നമായി 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ ശുക്രൻ വൈകല്യങ്ങൾ ഉണ്ടാക്കും. ആ സമയത്ത് ജനിക്കുന്ന കുട്ടിയൊക്കെ തന്നെ ഇപ്രകാരമുള്ള രോഗാദി അരിഷ്ടതകളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും, അനുഭവിക്കപ്പെടുമെന്നാണ് നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ശുക്രൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. പക്ഷേ ആ ശുക്രൻ തന്നെ ഇവിടെ ഒരു ത്രിഗ്രഹ യോഗത്തിൻ്റെ കർത്താവാണ്. ഞാനിപ്പോൾ ജ്യോതിഷ യോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ഡെയിലി നിങ്ങളുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. ആ ത്രിഗ്രഹ യോഗത്തിൽ സൂര്യനും ബുധനും ശുക്രനും തമ്മിലുള്ള യോഗത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല യോഗമാണോ? അതല്ല. അതിതപ്തോ വാചാടോ ഭ്രമണരുചിഹി പ്രോഷിതോ ഗുരുഭിഹി സ്ത്രീഹേദോഹോ സന്തപ്തഃ എന്നാണ് ത്രിഗ്രഹയോഗം പറഞ്ഞിരിക്കുന്നത്. അതിതപ്തഃ വളരെയധികം താപങ്ങൾ ദുഃഖങ്ങൾ വരും. ശുക്രൻ ഇമോഷണലാണ്, വളരെ സെൻസിറ്റീവായ പ്ലാനറ്റ് ആകുന്നു. വാചാടഹ വളരെയധികം സംസാരിക്കും, കറങ്ങുവാനുള്ള താല്പര്യം വളരെയധികം വരും. പ്രോഷിതോ ഗുരുഭിഹി തൻ്റെ ഗുരുജനങ്ങളുമായി വിയോഗങ്ങൾ ഉണ്ടാകാം. അത് അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ തൻ്റെ ഗുരുനാഥന്മാരാകാം. ഇവരുമായി വിയോഗങ്ങൾ ഉണ്ടാവുക. സ്ത്രീഹേതോഹോ സന്തപ്തഃ സ്ത്രീ കാരണം താൻ ദുഃഖിക്കേണ്ടി വരും അങ്ങേയറ്റം. സമ്യക് തപ്യത ഇത് സന്തപ്ത അങ്ങേയറ്റം സ്ത്രീകൾ കാരണം ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ വളരെയധികം സ്ത്രീപീഡനം, ഇങ്ങനെയുള്ള കേസുകൾ, അല്ലെ പുരുഷപീഡനം, ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് 24 ദിവസം. വളരെ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത്. ഏതായാലും മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് വിലയിരുത്താം. ശ്രദ്ധിക്കുക. ഇവിടെ നാം മനസ്സിലാക്കണം, കന്യരാശിക്കാർക്ക് ശുക്രൻ്റെ 2 ഭാവാധിപത്യങ്ങളാണുള്ളത്. ഒന്ന് ധനാധിപത്യം, 2-ാം ഭാവാധിപത്യം, വാക്ക്, തൻ്റെ ധനം, തൻ്റെ കുടുംബം. മറ്റൊന്ന് തൻ്റെ ഭാഗ്യം, ദൈവാധീനം, 9-ാം ഭാവാധിപത്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ 12-ാം ഭാവത്തിലുള്ള ഈ ഒരു കോമ്പിനേഷൻ, ത്രിഗ്രഹ യോഗം വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും. തൻ്റെ ധനപരമായ വിഷയത്തിലായാലും അനാവശ്യമായി 1 ചെലവഴിക്കേണ്ട സ്ഥലത്ത് 10 ചെലവഴിക്കപ്പെടുക, തനിക്ക് ധനനഷ്ടമുണ്ടാവുക, തൻ്റെ ഇൻഷുറൻസ് നഷ്ടപ്പെടുക, ആരോഗ്യ ഇൻഷുറൻസ് തനിക്ക് ലഭിക്കാതിരിക്കുക, തൻ്റെ വാഹനത്തിന് ഇൻഷുറൻസ് തനിക്ക് ലഭിക്കാതിരിക്കുക, വലിയധികം ധനനഷ്ടം വരും. കുടുംബത്തിന് സമാധാനം വളരെ കുറയുന്നതാണ്. കാരണം കുടുംബം താൻ സംരക്ഷിക്കേണ്ടുന്ന ജനങ്ങളാണ് തൻ്റെ കുടുംബം. അവർ 12-ൽ വരിക, അവിടെ പാതിത്യം വീഴ്ച വരും. 12-ലെ ശുക്രൻ സധനോന്തി എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു വരാഹമിഹിര ആചാര്യൻ. ഇയാൾ ധനത്തോടു കൂടിയിരിക്കുമെന്നാണ് ഫലം. പക്ഷേ അത് അത്രത്തോളം ഗുണകരമായി പലപ്പോഴും ശത്രുക്ഷേത്രത്തിലൊക്കെ നിൽക്കുമ്പോൾ കാണാറില്ല. മിഥുനൻ രാശിയായി ശുക്രൻ 12-ൽ നിൽക്കുമ്പോൾ, തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ധനമുണ്ടാക്കാം. സധനഹ ധനത്തോടു കൂടി ആളാകാം. അപ്രകാരം തന്നെ വൃശ്ചികം ലഗ്നമായി 12-ൽ തുലാത്തിൽ ശുക്രൻ നിൽക്കുമ്പോഴും കാശുണ്ടാക്കാം. അപ്രകാരം തന്നെ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ നിൽക്കുമ്പോൾ, മേടം ലഗ്നമായി 12 ശുക്രൻ വരുമ്പോൾ ധനമുണ്ടാകും. പക്ഷേ മറ്റേത് ക്ഷേത്രത്തിലും ശുക്രൻ നിന്നാൽ അനുഭവം വളരെ മോശമാണ്. കഥാപ്യേതി വിത്തം വിലീയത നിത്യം. എപ്പോഴെങ്കിലും കാശ് കിട്ടും, പക്ഷെ പലപ്പോഴും നഷ്ടപ്പെടും. ജനാനാം വിരോധം സദാസൗ കരോതി എന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ വിരോധം സമ്പാദിക്കും. വളരെ ഇമോഷണലാണ് ശുക്രൻ. അതിനാൽ പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് മാനസികമായി അസ്വസ്ഥതകൾ വളരെയധികം വരും, ഇറിറ്റേഷൻ വരും. ശ്രദ്ധിക്കണം, ബന്ധങ്ങൾ തകർന്നു പോകും. പലപ്പോഴും സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ, ഗേൾ ഫ്രണ്ട്സ്, അന്യ സ്ത്രീകളുമായുള്ള ബന്ധം ഈ സമയത്ത് വളരെയധികം തനിക്ക് മാനസികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. അച്ഛൻ ശത്രുവാകുന്ന സമയമാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. തൻ്റെ ഗുരു തൻ്റെ ശത്രുവാകും. താൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഗുരു തൻ്റെ ശത്രുവാകാം, അച്ഛൻ ശത്രുവാകാം. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടാം. 9-ാം ഭാവാധിപൻ 12-ലാണ്. ധർമ്മദൈവങ്ങളുടെ ശത്രുത വരും. പൂർവോപാസിത ദേവകോപം അശുഭം എന്നാണ് 12-ൽ ഗ്രഹം പിഴച്ചു നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. പൂർവികർ ഉപാസിച്ച് വന്നിരിക്കുന്ന ധർമ്മദൈവങ്ങളുടെ അപ്രീതി തനിക്ക് വരും. അതിനാൽ ധർമ്മദൈവ പ്രീതി ചെയ്യണം. ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പൂ തറവാടുകൾ, തൻ്റെ ധർമ്മദൈവത്തെ പ്രസാദിപ്പിക്കുക. തറവാടുകൾ നന്നായി വരട്ടെ. ഇവിടെ നിർബന്ധമായും വെള്ളിയാഴ്ച ഗണപതിക്ക് നാളികേരം അടിക്കണം. അച്ഛൻ്റെ ആരോഗ്യം നോക്കണം. അച്ഛന് ശാരീരികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്ന ഭാരമാണെന്ന് നിങ്ങൾ അറിയുക. അപ്രകാരം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശാരീരികമായി
മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, ഡയബറ്റിക്സ് ആയിട്ട് ബന്ധപ്പെടുന്ന പേഷ്യൻസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ്, സ്ത്രീകളാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരും. കാരണം ശുക്രൻ രോഗസ്ഥാനത്തേക്ക് നോക്കുന്നു. രോഗാദി അരിഷ്ടതകൾ വരും. എബോർഷനാകാം സ്ത്രീകൾക്ക്, പെട്ടെന്ന് സർജറി, ഒരു പ്രത്യേക ഘട്ടത്തിൽ പെട്ടെന്ന് സർജറി ഉണ്ടാവുക, ഗർഭസ്ഥ ശിശുവിന് ബുദ്ധിമുട്ട് വരിക, ഇതൊക്കെ സംഭവിക്കും. 24 ദിവസം കരുതിയിരിക്കണം കന്നിരാശിക്കാർ. നന്നായി ശുക്രനെ പ്രാർത്ഥിക്കണം. ഹിമകുന്ദം ഋണാളാഭം ദൈത്യാനം പരമം ഗുരും സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഗം ഗണപതിയെ നമഃ എന്ന പ്രാർത്ഥന പുരുഷരാശിയിലെ ശുക്രനാണ്. വളരെയധികം പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം ഒരു ഊർജം പ്രദാനം ചെയ്യപ്പെടുമെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർ, 24 ദിവസക്കാലം ശുക്രൻ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുമപ്പുറം ശുക്രൻ വാഹനകാരകനാണ്. വാഹനങ്ങൾ ആരെങ്കിലും ചതിക്കുക, തനിക്ക് വാഹന സംബന്ധമായ നഷ്ടങ്ങൾ വരിക, വാഹനാപകടങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ശ്രദ്ധിക്കണം. വളരെ നന്നായി ആലോചിച്ച് മുന്നോട്ട് നീങ്ങുക പ്രിയപ്പെട്ട പ്രേക്ഷകർ.